നമസ്കാരം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലല്ല. കാഴ്ചയിൽ റെയിൽവേ സ്റ്റേഷനോട് വളരെയധികം സാമ്യം തോന്നുമെങ്കിലും നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലായ T1 4 മാസങ്ങൾക്ക് മുന്നിലായിട്ട് ഈ ഡൊമസ്റ്റിക് ടെർമിനലിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു കണ്ടന്റ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ അപ്ഡേഷനാണ്. വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ആണ് നമ്മുടെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു തിരുവനന്തപുരം ഡൊമസ്റ്റിക് ടെർമിനൽ ഈ പറഞ്ഞ അദാനി ഏറ്റെടുത്തതിന് ശേഷവും വലിയ രീതിയിലുള്ള മാറ്റം വന്നില്ല എന്നുള്ളത്. പക്ഷേ അതിന് കാര്യമായ രീതിയിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. 3 ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന തിരുവനന്തപുരം ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ T1 ഈ പറഞ്ഞ 1ാമത്തെ ഘട്ടം പൂർത്തിയാക്കി 2ാം ഘട്ടത്തിലേക്ക് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെയധികം സന്തോഷകരമായ കാഴ്ചയാണ് അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയത്. 1ാമത്തെ ഫേസ് കംപ്ലീറ്റ് ആയി. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഈ പറഞ്ഞ എയർപോർട്ടിന് പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അന്ന് ഒരു പകൽ സമയത്തെ വിഷ്വൽസ് ആണ് കവർ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമയത്താണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വന്നപ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഇംപ്രഷൻ മുമ്പത്തെ പഴയ ഡൊമസ്റ്റിക് ടെർമിനൽ കണ്ട് പരിചയമുള്ളവർക്ക് വലിയ രീതിയിലുള്ളൊരു വ്യത്യാസം തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഇനിഷ്യൽ ഇംപ്രഷനായിട്ട് കാണാൻ പറ്റിയിരുന്നു. എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെയധികം ലെങ്തിയായ തിരുവനന്തപുരം T1 ടെർമിനലിനെ 2ആയിട്ട് ഭാഗിച്ചതിന് ശേഷം അതിൽ ആദ്യത്തെ ഘട്ടത്തിലുള്ള ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഷീറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്താണ് ഇനി പ്രധാനമായിട്ട് വ്യത്യാസം വരാനുള്ളത്. ലെഫ്റ്റ് സൈഡിലായി നിർമ്മാണം പൂർത്തീകരിച്ച ടെർമിനലിൻ്റെ പുതിയ രൂപവും നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരു ടെർമിനലിലേക്ക് പൂർണ്ണമായിട്ടും ഫങ്ഷണൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തേക്ക് ടെർമിനലിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമുക്ക് വിവരങ്ങൾ വരുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ഈ പ്രോജക്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ഒരു മുഖം മിനുക്കിയെടുക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും തന്നെയാണെന്നാണ് ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. മൊത്തം പ്രോജക്റ്റ് കോസ്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് 230 കോടി രൂപയാണ് ആദ്യഘട്ടത്തിലെന്ന് പറയുന്നത്. ഇനി T2 ടെർമിനലിലേക്ക് ഒരു 600 കോടി രൂപയുടെ എക്സ്പാൻഷൻ ഉൾപ്പെടെ വരുന്നത് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ടെർമിനലിലും വരുന്ന ഈ വലിയ വലിയ ചേഞ്ചസ് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടാക്കി തിരുവനന്തപുരം എയർപോർട്ടിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രധാനമായിട്ടും ഈ 230 കോടി രൂപയുടെ T1 ടെർമിനലിൽ വരുന്ന ഈ മാറ്റത്തിൽ ഈ പറഞ്ഞ ഒരു ഫേസ് ലിഫ്റ്റ്, അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അതിനാവശ്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർക്കിങ്ങിന് വേണ്ട ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട എല്ലാ രീതിയിലുള്ള ഇഷ്യൂസും ഈ പറഞ്ഞ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് അതിന് ചേഞ്ചസ് കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് പറ്റും. ഒരു ഇനിഷ്യൽ ഇംപ്രഷനിൽ തന്നെ, അതായത് ഒരു ഡൊമസ്റ്റിക് ടെർമിനലിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ട്രാവലിനോ ഈ വന്നിറങ്ങുമ്പോൾ ഉണ്ടായ പഴയ ഒരു ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ അവസ്ഥയിൽ നിന്ന് ഈ ഒരു മാറ്റം വരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഔട്ട്ലുക്കിന് വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നടക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ലാസ്റ്റ് സമയത്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ഫേസ് ലിഫ്റ്റ് സംഭവിച്ചു എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ടെർമിനലിലും വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം, അതിൻ്റെ വിവരങ്ങളും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.